ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൾസ് ഡിയോടെക്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ml ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം? ഒരാൾക്ക് 450 ml ബ്ലഡാണ് കൊടുക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് എത്ര തവണ കൊടുക്കാം? ഒരു വർഷം 3 തവണയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് ഡയറക്റ്റ്ലി എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് നമ്മുടെ ബ്ലഡിനകത്ത് എന്തെങ്കിലും HIV വൈറസോ ഹെപ്പറ്റൈറ്റിസ് വൈറസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അത് കാർ ടെസ്റ്റ് വഴി ചെയ്ത് നമ്മളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ബ്ലഡ് ഡയറക്റ്റ് കൊടുക്കില്ല. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ട്, രക്തം സംരക്ഷിക്കാൻ പ്രിസർവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആഡ് ചെയ്താണ് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലഡിന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹോൾ ബ്ലഡ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലഡിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുവന്ന രക്തമായിട്ട് RBC ഉണ്ട്, ശ്വേത രക്തമായിട്ടുള്ള അതുപോലെ WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന സാധാരണ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ഇതുണ്ട്. അപ്പം നമുക്ക് ഒന്നുകിൽ ഇത് മൊത്തത്തിലുള്ള ഹോൾ ബ്ലഡ് ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത കമ്പോണൻസ് ആയിട്ട് കൊടുക്കാം. അതായത് ചുവന്ന രക്താണെങ്കിൽ മാത്രം കൊടുക്കുന്നത് നമ്മൾ PRBC എന്ന് പറയും, അതായത് പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്. അത് മാത്രം കൊടുക്കാം. അതാകുമ്പോൾ 330 ml ആണ് കൊടുക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് 5 ആഴ്ച വരെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മളത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. അതാണ് പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറയും. ചില ആൾക്കാർക്കും ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തത് വരും. അതിപ്പോൾ ഡെങ്കു ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന അവസ്ഥ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവർക്കത് മാത്രമല്ല, ബ്ലഡ് ക്ലോട്ട് ചെയ്തപ്പോൾ നമ്മൾ വാർഫാറിൻ പോലത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് കട്ട പിടിക്കാതെ ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ ഫാക്ടർ 2, 7, 9, 10 എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് കൊടുക്കും. അത് മാത്രം കൊടുക്കുന്നതാണ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ. ആക്ച്വലി അത് 2 വർഷം വരെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് -40°C നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് 330 ml ആണുള്ളത്. പിന്നെ നമ്മൾ ഈ ഹീമോഫീലിയുള്ള ആൾക്കാർക്ക് നമ്മൾ കേട്ടിട്ടില്ലേ, അവർക്ക് ഫാക്ടർ 8 എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുകൊണ്ടാണ് അവരുടെ ബ്ലഡ് കട്ട പിടിക്കാറ്. അപ്പം അത് നമ്മൾ കൊടുക്കും. അത് കൊടുക്കുന്നത് നമ്മൾ ക്രയോ പ്രസിപ്പിറ്റേറ്റ് രീതിയാണ്. അതും ഇതുപോലെ തന്നെ -30°C വെച്ചിരിക്കും. അതുപോലെ തന്നെ 2 വർഷം അതിരിക്കും. അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 വർഷമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഡെങ്കു പോലത്തെ അസുഖമുള്ളവർക്ക് എന്തെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് കുറയും. അത് നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം നമ്മൾ കൊടുക്കും, ട്രാൻസ്ഫ്യൂസ് ചെയ്യും. അത് ആ പ്ലേറ്റ്ലെറ്റ്സ് ശരിക്കും 5 ദിവസത്തെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു ബ്ലഡ് ബാങ്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പുറത്തൊരു സംഭവം ഇരിക്കും. അതെന്തെയും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം നമുക്ക്. അത് സംഭവം നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ആക്ച്വലി പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ അനക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റോടുകൂടി അതിങ്ങനെ ഇരുന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. അതൊരു 24°, നമ്മൾ പുറത്താണ് വെക്കുന്നത്. പക്ഷേ ഒരു സ്പെഷ്യൽ ഇതിലാണ് വെക്കുന്നത്. 24°C അത് വെക്കുന്നത്. പക്ഷേ അത് 5 ദിവസം വരെ ഇരിക്കത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ബ്ലഡ് അത് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.